ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 37-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും, ആകുലപ്പെട്ട് കഴിയുന്ന എല്ലാ ദൈവമക്കളും, എന്നെ ആര് സഹായിക്കും? എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണല്ലോ, ഈ കടബാധ്യതയിൽ നിന്നും ആരെന്നെ സഹായിക്കും എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ട് കഴിയുന്ന, ഉണങ്ങിയ അസ്ഥികളെപ്പോലെ ആയി നിൽക്കുന്ന ആരെങ്കിലും ഈ ദൈവവചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനം ശ്രവിക്കുവിൻ. നിങ്ങൾ എൻ്റെ വചനം ശ്രവിച്ചാൽ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. നിങ്ങളുടെ നിർജീവാവസ്ഥയെ ഞാൻ ജീവനുള്ളതാക്കി മാറ്റും. അങ്ങനെ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് നിങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ ജീവിക്കും. ദൈവവചനം ശ്രവിക്കുന്ന ആരും, ഏതൊരു വ്യക്തിക്കും എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ തിരുവചനത്തിൽ വളരെ വ്യക്തമാക്കുന്നത്. ദൈവവചനം ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിയിലും കർത്താവിൻ്റെ ജീവൻ പ്രവേശിപ്പിക്കുകയും അങ്ങനെ അവർ ഈ ലോകത്തിൽ അനുഗ്രഹം പ്രാപിച്ചവരായി ജീവിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രാണവായു, കർത്താവിൻ്റെ ജീവാത്മാവ്, പരിശുദ്ധാത്മാവ് ദൈവവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയിലും നിറയാൻ തുടങ്ങും. അവൻ അനുഗ്രഹം പ്രാപിക്കും, അങ്ങനെ ഈ ലോകത്ത് ജീവിക്കും. ഇന്നത്തെ ദിവസം ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളിലും, ഈ വചനം ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളിലും ദൈവത്തിൻ്റെ പ്രാണൻ നിറഞ്ഞു കവിഞ്ഞ് അവരിൽ നിറയട്ടെ എന്ന്, കർത്താവിൻ്റെ പ്രാണൻ അവരിൽ പ്രവേശിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ അനുഗ്രഹമുള്ള ജീവിതമായി മാറട്ടെ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.